ഒട്ടും നമസ്കാരം. നമ്മൾ ഇന്ന് ചോദിക്കാൻ പറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു വിവാദമുണ്ടല്ലോ, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള നമ്മുടെ സിനിമയുടെ ആ പേരിൻ്റെ ജാനകി എന്നുള്ള പേരിൽ സെൻസർ ബോർഡ് തടഞ്ഞു വെച്ചത്. അതിനെപ്പറ്റി എന്താണ് ജാനകി, എന്താണ് ജാനകിയുടെ വിഷയം, ഈ ഹിന്ദുത്വയും ജാനകിയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വിശദീകരിച്ചാൽ കൊള്ളാമെന്ന്. ഇപ്പം ഇതിനോട് ബന്ധപ്പെട്ട് പറയുന്ന ജാനകി എന്ന് പറയുന്നത് ശ്രീരാമനോട് ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ ആ ഒരു രാജവംശത്തോടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം, രാമായണത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. അപ്പോൾ ജാനകി എന്ന് പറയുമ്പോൾ ആ വാക്കെന്ന് പറയുന്നത് ജനകൻ്റെ പുത്രി ആയിട്ടുള്ള സ്ത്രീ, പെൺകുട്ടി, അതാണ് ജാനകി എന്ന് പറയുന്നത്. അപ്പോൾ സീതയേക്കാൾ പ്രാധാന്യം ജനകൻ്റെ പുത്രി എന്നുള്ള ഒരു സ്ഥാനപ്പേരാണ് ഇവിടെ നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം സീത എന്ന് പറയുന്നത് നിലത്തിൽ നിന്നും കണ്ടെടുത്തൊരു പെൺകുട്ടി, അനാഥയായ ഒരു പെൺകുട്ടി എന്നുള്ള അർത്ഥതലത്തിൽ കണ്ടിരുന്ന സീത എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ പൊതുവെ ധരിച്ചിരിക്കുന്നത്. അത് മാറിയിട്ട് രാജവംശത്തിൽ പിറന്നിട്ടുള്ള, അങ്ങനെ ഈ ഡോക്ടർ പറഞ്ഞൊരു കഥ ഇതുപോലെ കേട്ടിട്ടുണ്ട്, ആരോ ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ ചാലില്, വയലിൻ്റെ ചാലിൽ കണ്ട കുട്ടിയാണെന്ന് പറയുന്നത്. ഈ സീതയെ പറ്റി പറയുന്നത് അങ്ങനെയാണ്, പറഞ്ഞു വെക്കും, ഇവരെല്ലാം പറഞ്ഞു വെക്കും. സീത എന്ന് പറയുന്നത് ജനകൻ്റെ രാജ്യത്തെ കൃഷിക്കാർ കൃഷി പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പെട്ടി ഒഴുകി വന്നു, അതിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അതിനെ എടുത്ത് വളർത്തി എന്ന് പറയുന്നത്. ഇത് ലോകത്തെല്ലായിടത്തും ഇത്തരം കഥകളുണ്ടിരുന്നു. ലോകത്ത് ഇപ്പോൾ മോസസിൻ്റെ കഥകൾ എടുത്ത് നോക്കാം, കർണനോട് ബന്ധപ്പെട്ട് എടുത്ത് നോക്കാം, കബീർദാസിൻ്റെ എടുത്ത് നോക്കാം, അതുപോലെ തന്നെ പാരീസിൻ്റെ എടുത്ത് നോക്കാം. അങ്ങനെ ഒത്തിരി കഥകളുണ്ട്, ഗിൽഗാമോഷിൻ്റെ കഥകളുണ്ട്, കഥകൾ ഒത്തിരി ഉണ്ട്. ഈ കഥകളെല്ലാം ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ ആരുമില്ലാത്തൊരു കുട്ടി അങ്ങനെ വരുന്നത് അങ്ങനെയുണ്ട്. കാരണം പിൻകാലത്ത് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് വാഴ്ത്തപ്പെടേണ്ടവളാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുരുഷനാണെന്ന് ഉള്ള ഒരു തീരുമാനത്തിലെത്തുമ്പോഴാണ് അച്ഛനും അമ്മയില്ലാത്തൊരു ദിവ്യഗർഭത്തിൻ്റെ ഒരു കഥ മെനഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഉണ്ടായ ഒരു പെൺകുട്ടിയായിട്ടാണ് സീതയെ പറയുന്നത്. അപ്പോൾ വയലിൻ്റെ സന്തതി അല്ലെങ്കിൽ കർഷകരോട് ബന്ധപ്പെട്ട് വരുന്ന അവർ കണ്ടെടുത്ത ഒരു പെൺകുട്ടിയെ ഈ ജനക മഹാരാജാവ് മകളായിട്ട് സ്വീകരിച്ചു, വളർത്തി, അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് വിവാഹം ചെയ്തു കൊടുത്തതായിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ ആ ഐഡൻറ്റിറ്റി മാറ്റിവെക്കുകയാണ്. ആ ഐഡൻറ്റിറ്റി മാറ്റിവെക്കുമ്പോൾ അനാഥയായ പെൺകുട്ടിയല്ല, ജനകൻ്റെ പുത്രിയായിട്ടുള്ള ജാനകി എന്ന് പറയുമ്പോൾ രാജകുമാരിയായിട്ടുള്ള രാജകുമാരി, സൂര്യവംശത്തോട് ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ ഇഷാകുവിൻ്റെ വംശത്തിൽ ബന്ധപ്പെട്ട് വരുന്ന ശ്രീരാമനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരാൾ വിവാഹം ചെയ്യുന്നത് അതേ രാജവംശത്തോട് കിടപിടിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു അവർ അഭിമാനം സംരക്ഷിക്കുന്ന മറ്റൊരു രാജവംശത്തിനെ പറ്റുള്ളൂ. അപ്പോൾ ജനകൻ്റെ പുത്രിയായിട്ടുള്ള ജാനകി എന്ന് പറയുമ്പോൾ രാജകുമാരിയായിട്ട് ഒരു പെൺകുട്ടിയാണ്, അനാഥയായ ഒരു പെണ്ണല്ല, മഹാരാജാവിൻ്റെ മകളെയാണ് ശ്രീരാമൻ. അതാണ് ആ പേര് ശാർത്തി കാണിക്കുന്നത്. ആ പേരിന് കൊടുക്കുന്ന ഒരു എന്താ പറയുക ഊർജ്ജമുണ്ടല്ലോ അവരിപ്പോൾ നൽകുന്നത്. ജാനകി എന്ന് പറയുന്ന ഒരു പേര് ഉപയോഗിക്കും, ജനകന്റെ മകളാണ്. സീത എന്ന് പറയുന്ന ഒരു അനാഥത്വത്തിന്റെ അടയാളങ്ങളാണ്, അതല്ല ഇപ്പൊ പറയുന്നത്. ഇപ്പൊ ജനകന്റെ മോളെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള കഥകൾ ഇവിടെ മാറുകയാണ്. കാരണം ആ കഥകൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറേ തന്ത്രങ്ങൾ മാത്രമായിരുന്നെന്നും, ആ തന്ത്രങ്ങൾ വിജയിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടാവുന്ന സ്വാധീനങ്ങളും അല്ലെങ്കിൽ പ്രചരണങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഒരു രാജകുമാരിയോട് ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അധികാരവർഗത്തിൻ്റെ ഒരു കൊട്ടാരത്തോട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് സ്ഥാപിച്ചെടുക്കുകയാണ് ജാനകി എന്ന പേര് നൽകുന്നത്. അതാണ് ജാനകി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ സീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പര്യായങ്ങളായിട്ടാണ് ജാനകിയെ നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെയാണ് നമ്മളെല്ലാം പഠിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ സീത എന്ന് പറയുന്ന ഒരു പേര് കടന്നു വരുന്നത് ഈ പറയുന്ന വയലിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാവുന്ന ഒരു കഥയല്ല. കാരണം വാൽമീകിയോട് ബന്ധപ്പെട്ട് വരുന്ന ആ രാമായണത്തിൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ സന്ദേശങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട്. വാൽമീകിയോട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ നമുക്കറിയാവുന്നൊരു കഥയുണ്ട്. ആ കഥയുടെ അവസാന ഭാഗം എന്ന് പറയുന്നത് ഈ ശ്രീരാമനോട് ബന്ധപ്പെട്ട് വരുന്ന അശ്വമേധയാഗം നടത്തുന്നുണ്ട്. ആ അശ്വമേധയാഗത്തെ അഴിച്ചുവിടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വാൽമീകിയുടെ ആശ്രമത്തിലെത്തിയ ഈ കുതിരയെ അവിടെ ഉണ്ടായിരുന്ന 2 കുട്ടികൾ പിടിച്ചു കിട്ടുന്നു. ആ കുട്ടികൾ പിടിച്ചു കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ലക്ഷ്മണൻ വരുന്നു. ലക്ഷ്മണനോട് ബന്ധപ്പെട്ട് ശ്രീരാമനോട് ബന്ധപ്പെട്ട് വരുന്ന ആ സൂര്യവംശത്തിനോട് ബന്ധപ്പെട്ട എല്ലാ സേനാനികളും വന്നിട്ടും അവരെയും കീഴ്പ്പെടുത്തുന്നു. അതിനെല്ലാം ശേഷമാണ് ശ്രീരാമൻ ആ രംഗത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ആ കുട്ടികളെ പറ്റിയുള്ള അന്വേഷണം ചെന്ന് എത്തുന്നത് അത് സീതയിലേക്കും, ആ സീതയിലുണ്ടായ കുട്ടികളാണെന്ന് മനസ്സിലാകുമ്പോൾ അത് ശ്രീരാമൻ്റെ കുട്ടികളായിട്ട് ചിത്രീകരിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ കണക്കാക്കേണ്ട ഒരു സാഹചര്യം അവിടെ സംജാതമാവുകയാണ്. ഈ സമയത്ത് ശ്രീരാമനെ സംബന്ധിച്ച് സീതയിൽ പിന്നീടും നേരത്തെ നമുക്ക് അറിയാവുന്നതാണ്, നേരത്തെയും സീതയിൽ സംശയമുണ്ടായിരുന്നു. ആ സംശയമുണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സംശയമുണ്ട്. കാരണം എങ്ങനെയാണ് ഒരു ഭാര്യയെ, അതായത് പാതിവൃത്യത്തോട് ജീവിച്ചൊരു ഭാര്യയെ ഇങ്ങനെ സംശയിക്കാൻ തോന്നിയെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ശ്രീരാമൻ പുരുഷനോട് ബന്ധപ്പെട്ട് വരുന്ന ഇത്തരം കാര്യങ്ങൾ അടിഞ്ഞുകൂടി ഇരിക്കുന്നുണ്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവിടുത്തെ ആ ഒരു കാര്യങ്ങളോട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് അഗ്നിശുദ്ധി നടത്തുന്നത്. ആ അഗ്നിശുദ്ധി നടത്തി അതിനോട് ബന്ധപ്പെട്ടുള്ള
ബന്ധപ്പെട്ടുള്ള ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ കൊട്ടാരവാഴ്ചയോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഗർഭിണിയായ സീത ഉപേക്ഷിക്കുന്നത്. ആ ഉപേക്ഷിക്കുന്ന സീതയെ പിന്നീട് കണ്ടെത്തുന്ന സമയം അല്ലെങ്കിൽ പിന്നീട് ശ്രീരാമൻ കാണുന്നത് ഇപ്പോഴാണ്. അപ്പോൾ 2 കുട്ടികളായിട്ട് നിൽക്കുന്ന സീതയാണ് കാണുന്നത്. അപ്പോൾ സീതയുടെ ഈ കുട്ടികളിൽ അല്ലെങ്കിൽ തനിക്കുള്ള കുട്ടികളാണോ അല്ലെങ്കിൽ സീതയുടെ ഈ പാതിവൃത്യത്തിൽ സീതയുടെ സ്വഭാവ മഹിമയിൽ ശ്രീരാമന് സംശയമുണ്ട്. വാൽമീകി അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. വാൽമീകി പറയുന്നത് 1000 വർഷത്തെ പാരമ്പര്യം എന്ന തപസ്സിനോട് ബന്ധപ്പെട്ട പാരമ്പര്യമുള്ള ഒരാളാണെങ്കിൽ അത് ഞാൻ മുഴുവനായിട്ട് അടിയറ വയ്ക്കാം. ഈ പെൺകുട്ടി ചെയ്ത അപരാധം എന്താണ് ശ്രീരാമ എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രീരാമനെ എതിർക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. പക്ഷെ അദ്ദേഹം നൽകുന്ന കുറച്ച് സന്ദേശങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെയോട് ബന്ധപ്പെട്ട ഒരു കൃതിയിൽ പറയുന്നുണ്ടല്ലോ, എന്താണ് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ, അതായത് ഈ ബലഹീനതയല്ല അവിടെ. കാരണം ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെ അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പുരുഷ കേന്ദ്രീകൃത മനോഭാവമാണ് ഇവരുടെ മുന്നിൽ നിൽക്കുന്ന ശ്രീരാമൻ. ആ ശ്രീരാമനെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. അപ്പോൾ അവിടെ ആശ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ആ സീത അമ്മയെ വിളിച്ചു കരഞ്ഞു എന്നാണ് പറയുന്നത്. സീതയുടെ ആർത്തനാദം കേട്ട് സങ്കടം തോന്നിയ രക്ഷകയായിട്ടുള്ള ഭൂമിദേവി, അമ്മയായിട്ടുള്ള ഭൂമിദേവി മാറ് പിളർന്നു വന്നു അതിലേക്ക് സീതയുമായി പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സംഭവമാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ആ കഥയിലുണ്ടാകുന്ന അല്ല ആ സംഭവത്തിലുണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. കാരണം നെഞ്ചു പിടഞ്ഞ് കരഞ്ഞ മോളെ സംരക്ഷിക്കാൻ അമ്മയായ ഭൂമിദേവി വന്നു, ഭൂമിദേവി കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്നതും ആ പാതിവൃത്യം ഇനിയും തെളിയിക്കപ്പെടേണ്ടതുണ്ടെന്ന് ശ്രീരാമൻ മനസ്സിലാക്കുകയാണ് അവിടെ. കാരണം ഈ കുട്ടികളുടെ അമ്മയാണെന്ന് പറയുമ്പോൾ ആ കുട്ടികൾ എനിക്കുണ്ടായതാണോ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങളോട് ബന്ധപ്പെട്ടാണ് സീത എന്ന് പറയുന്ന ആ ഒരു മാതാവിനെ അവിടെ പരീക്ഷണ വസ്തുവായിട്ട് ശ്രീരാമൻ കാണുന്നത്. അപ്പോൾ നേരത്തെ അഗ്നിയിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ ജീവനോടെ പ്രവേശിപ്പിച്ചതാണ്. അതുപോലെ ഉണ്ടാകുന്ന മറ്റൊരു ചടങ്ങായിരുന്നു ഈ പറയുന്ന ജീവനോട് കൂടി ഭൂമിയിൽ കുഴിച്ചിടുക എന്ന് പറയുന്നത്. ഭൂമിയിൽ കുഴിച്ചിടുമ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ സീത എന്ന് പറയുന്ന മാതാവ് തിരിച്ചു വരുമെന്നാണ് ശ്രീരാമൻ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പരീക്ഷണമായിരുന്നു സീതയെ കുഴിച്ചിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സീത അല്ലെങ്കിൽ ഭൂമിയുടെ മോളായിട്ട് അല്ലെങ്കിൽ ഭൂമിദേവി കൊണ്ടുപോയ മോളായിട്ട് അല്ലെങ്കിൽ ഭൂമിയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ജന്മമായിട്ട് സീത അറിയപ്പെടുന്നത്. സീത എന്ന് പേര് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിനു മുമ്പ് സീത എന്ന് പറയുന്നത് ജാനകി തന്നെയാണ്. അവിടെ സീതയില്ല. സീത എന്ന് പറയുന്ന അവസാന ഘട്ടം മാത്രം കടന്നു വരുന്നൊരു പേരാണ് സീത എന്നുള്ളത്. അപ്പോൾ ജാനകി എന്ന് പറയുന്നത് നമുക്കറിയാലോ, നേരത്തെ തുടങ്ങി വെച്ചത് നമ്മളങ്ങനെ. ജാനകി എന്ന് പറയുന്നത് ഒരു വംശത്തോട് ബന്ധപ്പെട്ട് ബീഹാറിൻ്റെ ഉത്തര ബീഹാറിലോട് ബന്ധപ്പെട്ട് വരുന്ന പാറ്റ്നയിൽ നിന്നും ഏകദേശം 140 കിലോമീറ്റർ അകലെയുള്ള പ്രദേശമാണ് ഈ പറയുന്നത് ജാനകി ജനിച്ചു വളർന്ന സ്ഥലം എന്ന് പറയുന്നത്. അത് ബീഹാറിലാണ്. ഈ ബീഹാറിൽ ഇപ്പോൾ സീതാകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആചാരക്രമങ്ങൾ, അതുപോലെ സീതയോട് ബന്ധപ്പെട്ട് വരുന്ന ക്ഷേത്രം സ്ഥാപിക്കുന്ന പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നിലനിർത്തുമ്പോൾ സീതയ്ക്ക് വേണ്ടി ഒരു ക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ അതോടെ ദേവിയായിട്ട് മാറുകയാണ്. ശ്രീരാമനോട് ബന്ധപ്പെട്ട് വരുന്ന ക്ഷേത്രം ഓൾറെഡി അവിടെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. UP-യോട് ബന്ധപ്പെട്ട് വരുന്ന അയോധ്യയിൽ ഫൈസാബാദിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ സീതയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്ഷേത്രം സ്ഥാപിക്കപ്പെടുമ്പോൾ സീത എന്ന് പറയുന്ന അല്ലെങ്കിൽ ജാനകി എന്ന് പറയുമ്പോൾ ദേവിയായിട്ട് മാറാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തെ ചോദ്യം ചെയ്യാനും ആ കഥാപാത്രത്തോട് ബന്ധപ്പെട്ട് വരുന്ന നാമങ്ങൾ സിനിമകളിലോ മറ്റിലോ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ അത് വിശ്വാസികളുടെ അല്ല, അത് ഇന്ത്യയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ അധികാരത്തിലേക്ക് അവരുടെ അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണിത്.